ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാലഡു ആണ് കേട്ടോ. നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കൂലേ, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന മാലഡുവിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ ഇത്. സീരിയസ്ലി ഗൈസ്, നമ്മൾ ഒരു തവണ ഈ പറയണത് പോലെ വീട്ടിലുണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ 5 മിനിറ്റ് മതി കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് സാധനങ്ങൾ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയാണ്, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഭയങ്കര ഹെൽത്തിയാണ്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നല്ല സാധനങ്ങളല്ലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ എന്തായാലും. ഇപ്പോൾ പഞ്ചസാര മാത്രമാണ് കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ളത്. എന്നാലും നമുക്ക് അവർക്കൊരു സ്വീറ്റ് ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ 2 ഗ്ലാസിൻ്റെ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. പൊട്ടുകടല എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങളുടെ. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു പച്ച ചൊവയില്ലേ അതുണ്ടാകും. ഒരു 2-3 മിനിറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ക്രഞ്ചി ആയിട്ട് കിട്ടുമല്ലോ, ആ ഒരു പരുവാണേ. ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, നല്ല പൊട്ടുന്ന രീതിയിൽ. പിന്നെ നമ്മൾ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതായത് 2 ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് പഞ്ചസാര. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം കൂട്ടാം. മധുരം കുറവ് വേണമെങ്കിൽ കുറവ് ആഡ് ചെയ്യാം, അങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പൊട്ടുകടലയിൽ നന്നായി റോസ്റ്റ് ചെയ്ത് പൊട്ടുകടല തണുത്തതിന് ശേഷം മാത്രം നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാര ചേർത്ത് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കുക. ഈ സമയം ഫുള്ള് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവാണ്, മധുരം നമുക്ക് ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് കുറച്ചായിട്ട് ചേർക്കുമ്പോൾ മധുരം ആവശ്യം ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നില്ല ഇത്രയും മതിയായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ മധുരം കുറച്ചും എടുക്കാം കേട്ടോ. അപ്പം ഫുള്ള് ഇടണ്ട, കുറച്ചായിട്ട് ചേർത്തതിന് ശേഷം മാത്രം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പതുക്കെ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാനുണ്ട്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പഞ്ചസാര ഇടയ്ക്ക് നോക്കി, അപ്പോൾ എനിക്ക് കുറവെന്ന് തോന്നി. അപ്പോൾ ഫുൾ പഞ്ചസാര ഞാൻ അങ്ങ് തട്ടി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യണം, നെയ്യ് നന്നായിട്ട് ചൂടാക്കി എടുക്കണേ നെയ്യ്. എന്നിട്ട് ഈ ചൂട് നെയ്യ് പതുക്കെ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തുമായിട്ട്. എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക, കുറച്ചൊന്ന് മിക്സ് ആവുന്നത് ആ ചൂടൊന്ന് അല്പം പോകുന്ന അനുസരിച്ച്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ആ ചൂടോടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണേ. ചെറുതായിട്ടൊക്കെ കൈ ഒരു പൊള്ളും പോലെ തോന്നും, കുഴപ്പമില്ല, വലിയ പൊള്ളത്തൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നെയ്യ് അങ്ങോട്ട് എല്ലായിടത്തും ആവുമല്ലോ. പിന്നെ നമ്മൾ പിടിക്കുമ്പോൾ ആദ്യമേ നെയ്യുള്ള ഭാഗത്ത് കയറി പിടിക്കരുത്. എന്നിട്ട് നമ്മൾ ഈ നെയ്യ് ഇല്ലാത്ത ഭാഗമില്ലേ, ആ ഭാഗമില്ലേ മാവൊക്കെ ഇരിക്കുന്ന ഭാഗം, അവിടെ ഇങ്ങനെ പിടിച്ച് പതുക്കെ തിരിച്ചിങ്ങോട്ട് ഇട്ട് വേണം മിക്സ് ചെയ്യാൻ. കുഞ്ഞു പിള്ളേർ അമ്മമാരുടെ അടുത്ത് പറഞ്ഞ് തന്നെ ഉണ്ടാക്കണേ. അങ്ങനെ കണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അമ്മമാരുടെ ഹെൽപ്പോടുകൂടി മാത്രമേ ചെയ്യാവൂ. കാരണം കൈയൊക്കെ പൊള്ളും ചിലപ്പോൾ. എനിക്ക് പൊള്ളിയിട്ടേ ഇല്ല കേട്ടോ. കാരണം എനിക്കറിയാം ഏത് ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വിടണം എന്ന്. അങ്ങനെ കുഞ്ഞു പിള്ളേർ ആരെങ്കിലും ഉണ്ടാക്കിയാലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നെയ്യ് കുറവാണ് കേട്ടോ. നമുക്കിങ്ങനെ ഉരുട്ടി വരുമ്പോൾ നല്ല ഫോൾഡ് ചെയ്തിരിക്കണം ഈ സംഭവം, ഉരുണ്ട് വരണം. അപ്പോൾ ഇത് ഉരുണ്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചൂട് നെയ്യാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. തിളച്ച നെയ്യിൽ കുറച്ച് ചൂടാവണം നെയ്യ്. എന്നിട്ട് വീണ്ടും ഉരുട്ടി എടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉരുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഉരുട്ടിക്കൊണ്ടിരിക്കും. ഓരോന്നിട്ട് എണ്ണം കുറഞ്ഞ് വരെയാണ് ചെയ്യണത്. ഒരു 20-25 എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഇവിടെ എണ്ണം കുറഞ്ഞു, കാരണം എൻ്റെ അടുത്ത് തന്നെ ആളുകൾ ഇരിപ്പുണ്ട്. അങ്ങനെ ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾ ഒരിക്കലും പിന്നെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കത്തില്ലേ. ഈ പറയണ പാടൊന്നുമില്ല കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. 5 മിനിറ്റ്സിനുള്ളിൽ എന്തായാലും തീരും കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര ടേസ്റ്റാണ്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഞാനിതിൽ ഏലക്കയും കൂടി പഞ്ചസാര പൊടിച്ച സമയത്ത് ചേർത്തിട്ടുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു 2 ഏലക്ക അതും കൂടി ഇടാവേ. എന്നിട്ട് പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് അതും കൂടി ഇട്ട് പൊടിച്ചിട്ട് എടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെ കഴിക്കത്തുള്ളൂ കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.